കഴിഞ്ഞ രാത്രിയിലാണ് 301 കോളനിയിൽ ചക്കക്കൊമ്പനിറങ്ങി വീട് തകർത്തത്. ആനയിറങ്കലിൽ വള്ളം മറിഞ്ഞു മരിച്ച ഗോപിനാഗന്റെ വീടിന്റെ ഭിത്തി ആന തകർത്തു. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി കുടുംബം അടിമാലിയിൽ പോയ സമയത്താണ് ആന വീടാക്രമിച്ചത്. ഇത് ഇന്നലെ അവർ അത്യാവശ്യമായിട്ട് അവരുടെ അടിമാലിക്ക് പോയിരിക്കുന്നതാണ്. അപ്പോൾ രാത്രിയിലാണ് ഇത് സംഭവം. ഇതിന്റെ മുമ്പ് പല പ്രാവശ്യം ഈ വീട് ഇടിച്ചിട്ടുള്ളതാണ്. പല പ്രാവശ്യം ഇടിച്ചിട്ട് അപേക്ഷയൊന്നും കൊടുത്തിട്ട് ഒരു ആനുകൂല്യമൊന്നും ഇതുവരെയായിട്ടും കിട്ടാത്തൊരു വീടും കൂടി. ഇവിടെ പലരുടെയും വീടുകൾ 10-50 വീട് മുകളിൽ ഇതുപോലെ ആന തകർത്തിട്ടുണ്ട്. ഇന്നലെ ചക്കക്കൊമ്പനാണ് ഇത് തകർത്തിരിക്കുന്നത്. ജീവിത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഞങ്ങൾ കഥ പറയാം, അവർ മൂളും, അത്രേ ഉള്ളൂ. ഈ രണ്ട് വിഷയം മാത്രമേ ഉള്ളൂ 301 നടക്കുന്നത്. നമ്മുടെ ചേച്ചിയുടെ അമ്മയുടെ അനിയത്തിയുടെ ഒരു ചടങ്ങിന് വേണ്ടി പോയതാണ്. ഒരു ബലിയിടാൻ വേണ്ടി പോയതാണ്. ബലിയിൽ വരുന്ന ഇന്നലെ വരേണ്ടതായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒന്നും വണ്ടി കിട്ടാന്നപ്പോൾ വരാനൊന്നും പറ്റിപ്പോയി. എന്നിട്ട് അവരെ പറയാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ ഞങ്ങളുണ്ടായിരുന്നെങ്കിൽ നോക്കണ്ട, ആൾക്കാരൊന്നും കാണുകയല്ലേ ഇവിടെ. ആക്രമണത്തിനു ശേഷം മണിക്കൂറുകളോളം ചക്കക്കൊമ്പൻ മേഖലയിൽ നിലയുറപ്പിച്ചു. ഏതാനും നാളുകളായി ചക്കക്കൊമ്പൻ ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ പതിവായി ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പന്നിയാറിൽ റേഷൻ കട തകർത്തിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദേവികുളത്ത് റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ഭക്ഷ്യവസ്തുക്കൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലാണ്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.